ക്യാഷ് പ്രൈസ് കാൽക്കുലേഷനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ക്യാൻ ബി എസർട്ടൈൻഡ് ബൈ 2 മെത്തേഡ്സ്, ബൈബാക്ക് കാൽക്കുലേഷനും ബൈ യൂസിങ് ആനുവിറ്റി ടേബിളും. അതിൻ്റെ ബൈബാക്ക് കാൽക്കുലേഷൻ്റെ ഇല്ലസ്ട്രേഷൻ നമ്മളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതും എന്നും മറ്റും ടേബിൾ വരച്ച് നമ്മൾ കണ്ടു. ക്യാഷ് പ്രൈസ് എങ്ങനെയാണ് എസർട്ടൈൻ ചെയ്യുന്നത് എന്നുള്ളതും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നുകൂടെ ക്ലിയർ ആവും. നമുക്ക് ഇല്ലസ്ട്രേഷൻ നമ്പർ 7ലേക്ക് പോവാം. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കമ്പ്യൂട്ട് ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് ₹10,000, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ₹14,000, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ₹13,000, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് $12,000, ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റ് $11,000. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഗിവൺ ആസ് 10% പെർ ആനം. നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. ഇതിൽ നിങ്ങളോട് ക്യാഷ് പ്രൈസും അതിൽ ഓരോ ഇൻട്രസ്റ്റിലും ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്രത്തോളം ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. രണ്ട് ക്വസ്റ്റ്യനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ക്യാഷ് പ്രൈസ് എസർട്ടൈൻ ചെയ്യണം. എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ബൈബാക്ക് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരിക്കും, എൻഡിങ്ങിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. വിച്ച് മീൻസ് വി ഹാവ് 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഹിയർ. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി 4th ഇൻസ്റ്റാൾമെൻറ്റ്. നമുക്കറിയാം 4th ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും എത്രയായിരിക്കും, അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ എമൗണ്ട് ഒന്നും ബാലൻസ് ഉണ്ടാവില്ല അല്ലേ. സോ ക്ലോസിംഗ് ബാലൻസ് വിൽ ബി നിൽ. ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് നിങ്ങൾക്ക് 4th ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുള്ളത് 11,000 ആണ് തന്നിട്ടുള്ളത്. ആ 11,000 നമ്മളിവിടെ എഴുതുന്നു, വേറൊരു ഡിഫറൻസും ഇല്ല. സോ അവിടെ ഈ ബാലൻസ് ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് 11,000, ടോട്ടൽ ഓൾസോ വിൽ ബി 11,000. ആൻഡ് ഫ്രം ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എത്ര തന്നിട്ടുള്ളത് 10% പെർ ആനം തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് 10 നോർമലി പെർസെൻറ്റേജ് കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ 10/110 ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? ഈ 60,000 കഴിഞ്ഞ പ്രോബ്ലത്തിലുള്ള ഈ 60,000 ഈ 10% ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി ഇൻറ്റു 10% ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല. അതുകൊണ്ടാണ് ഇൻറ്റു 10/110 എന്നുള്ളത് ചെയ്യേണ്ടി വരുന്നത്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഡയറക്റ്റ്ലി 10% അല്ല കാണേണ്ടത്, 10/100 അല്ല, ഇൻറ്റു 10/110 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യണം? അപ്പോൾ 11,000 നിന്നും 1,000 പോയി കഴിഞ്ഞാൽ 10,000 ഓപ്പണിംഗ് ബാലൻസ് കിട്ടി. ഈ ഓപ്പണിംഗ് ബാലൻസ് തന്നെയായിരിക്കും 3rd ഇയർ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. അത് നമുക്കറിയാം അല്ലേ, 10,000. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 3rd ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 12,000. ബൈബാക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബാക്കിലോട്ട് മുന്നോട്ടേക്ക് വേണം റീവർക്ക് ചെയ്യാൻ. 12,000. ഈ 12,000ൻ്റെ കൂടെ എന്ത് ചെയ്യണം? ടോട്ടൽ വരുമ്പോൾ എത്രയായി? ഓൾറെഡി നമുക്ക് 10,000 രൂപയായിരുന്നു ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾമെൻറ്റ് 12,000 നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കഴിഞ്ഞു 22,000. അങ്ങനെ 22,000 കിട്ടിക്കഴിഞ്ഞു. 22,000 ഈ 22,000ൻ്റെ മുകളിൽ വേണം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇൻട്രസ്റ്റ് നേരത്തെ പോലെ തന്നെ 22,000 ഇൻറ്റു 10/110. അങ്ങനെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞു, 20,000 കിട്ടിക്കഴിഞ്ഞു ഈ 3rd ഇൻസ്റ്റാൾമെൻറ്റിൽ. 20,000 സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസും അതുപോലെ തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞു. അതിനുശേഷം ഇൻസ്റ്റാൾമെൻറ്റ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് നോക്കാം. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് തന്നിരിക്കുന്നത് 13,000 ആണ്. സെയിം ലൈക്ക് നേരത്തെ പോലെ തന്നെ എഴുതുക. 33,000 കിട്ടും. ഇത് ആഡപ്പ് ചെയ്യുമ്പോൾ 33,000 കിട്ടും. അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാണുന്നു. ഇൻട്രസ്റ്റ് കണ്ടതിന് ശേഷം 33,000 മൈനസ് 3,000 വിച്ച് ഇസ് ഈക്വൽ ടു 30,000. അതിന് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു. ഇതേ ഓപ്പണിംഗ് ബാലൻസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു 30,000. 14,000 ആണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് തന്നിരിക്കുന്നത്. 14,000. ആ 14,000ൻ്റെ ആഡപ്പ് ചെയ്യുമ്പോൾ 44,000 കിട്ടും. 44,000ൻ്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കണ്ടാൽ 4,000 കിട്ടും. ഈ 4,000 ഹാസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദിസ് ആൻഡ് വി വിൽ അറൈവ് വിത്ത് ദ ഫിഗർ ഓഫ് ഓപ്പണിംഗ് ബാലൻസ് 40,000. അങ്ങനെ 40,000 രൂപയാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് പ്രൈസ് ആയിരുന്നു. ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങളുടെ ക്വസ്റ്റനിൽ 10,000 തന്നിട്ടുണ്ട്. ആ ഡൗൺ പേയ്മെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗറിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പിന്നെ ക്യാഷ് പ്രൈസ് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ക്യാഷ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ഡൗൺ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ക്യാഷ് പ്രൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ബൈ ബാക്ക് കാൽക്കുലേഷൻ പ്രകാരം. ഒരു ഇല്ലസ്ട്രേഷൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 8.
Mohan purchased a TV on hire purchase system on 1/1/2016. As per the agreement, 4 half-yearly installments of rupees 6,000 each is to be made beginning on 30th June 2016. The rate of interest involved is 12% per annum. Compute cash price. ഇവിടെയും ക്യാഷ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ക്യാഷ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ബൈ ബാക്ക് കാൽക്കുലേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ റീവർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് തന്നെയാണ് ചെയ്യുക. ഇവിടെ ക്യാഷ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റ് എത്രയാണ് പെർസെൻറ്റേജ് തന്നിട്ടുള്ളത്? 12% തന്നിട്ടുണ്ട്. 4 ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഹാഫ് ഇയർലി എന്നുള്ള സംഭവം ശ്രദ്ധിക്കണം. ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് 6,000 രൂപയുടെ. നമുക്കിത് എങ്ങനെയാണ് ക്യാഷ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ മുകളിലത്തെ പോലെ തന്നെ സെയിം ലൈക്ക് ഒരു ടേബിൾ വരയ്ക്കണം. നമ്മൾ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അറിയാം, നമ്മൾ റീവർക്ക് ചെയ്യാണ്, ബൈബാക്ക് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം 4th ഇൻസ്റ്റാൾമെൻറ്റ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 4 ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് 4 ഇൻസ്റ്റാൾമെൻറ്റ് 4ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ക്ലോസിംഗ് ബാലൻസ് നില്ലാണ്. ഇൻസ്റ്റാൾമെൻറ്റ് 6,000 ആണ്, ഈക്വൽ ആണ്. നേരത്തെ തന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിരുന്നു, ഇവിടെ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 6,000 അത് സെയിം തന്നെ എഴുതുന്നു. പിന്നീട് 6 നമ്മൾ നേരത്തെ 10% അല്ലേ ക്വസ്റ്റ്യനിൽ തന്നെ, അതുകൊണ്ട് 10/110 ആയിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ എന്താണ് 6% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, അല്ല 12% ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് 6% എടുക്കാനുള്ള കാരണം? ഹാഫ് ഇയർലി ആണ് ഇൻട്രസ്റ്റ്. ഇത് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് 12%. നമ്മൾ 4 ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് 6 മാസത്തേക്കുള്ളതില്ല ഒരു ഇൻസ്റ്റാൾമെൻറ്റ്. ഈ 6 മാസത്തേക്ക് ആയതുകൊണ്ടാണ് അതിൻ്റെ പകുതി ആയിട്ടുള്ള 6/106 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ്. അപ്പോൾ 6,000 × 6/106 എടുക്കണം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ഈ 6,000-ൽ നിന്ന് 340 മൈനസ് ചെയ്ത് 5,660 കിട്ടും. അത് 3rd ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നു. അതിനുശേഷം 6,000 തന്നെ കിട്ടുന്നു. ഇത് രണ്ടും ആഡപ്പ് ചെയ്യുമ്പം 11,660 കിട്ടുന്നു ടോട്ടൽ. ഇതിൻ്റെ മുകളിൽ അഗെയിൻ 6/106 ചെയ്യുന്ന 660 എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ഫിഗർ കിട്ടും. ഈ ഇൻട്രസ്റ്റ് ഫിഗർ എന്ത് ചെയ്യണം? 11,660-ൽ നിന്നും ഇൻട്രസ്റ്റ് ഫിഗർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ഇത് എന്തിനാണ് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോർമലി ക്യാഷ് പ്രൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം ഡയറക്റ്റ്ലി തന്നിട്ടില്ലെങ്കിൽ 4th ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് 3rd, 2nd, 1st എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം. ആ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ഡൗൺ പേയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ 11,000 എന്ന് പറഞ്ഞ 3rd ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഓപ്പണിംഗിൽ നമ്മളെത്തി. അതിനുശേഷം അത് 2nd ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് എഴുതി 11,000. ഈ 11,000-ൽ നിന്ന് 6,000 എഗെയിൻ ഇൻസ്റ്റാൾമെൻറ്റ് പോയി 17,000. ഇത് രണ്ട് ആഡ് ചെയ്താൽ 17,000 കിട്ടും. ഈ 17,000-ൽ നിന്നും അതിൻ്റെ 6/106 എന്നുള്ള പെർസെൻറ്റേജ് കണ്ടിട്ട് 962 എന്നുള്ള എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു. 17,000-ൽ നിന്നും 962 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 16,038 എന്നുള്ള ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. 2nd ഇയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. അതും ഫസ്റ്റ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസും സെയിം ആയിരിക്കും, 6,000. പിന്നെ എന്ത് ചെയ്യണം? ഇത് രണ്ടും ആഡപ്പ് ചെയ്തു 22,038. അങ്ങനെ നമുക്ക് ഇതേ സംഭവം സെയിം കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനത്തെ ബാലൻസ് 20,791 എന്നുള്ള ഫിഗർ കിട്ടിക്കഴിഞ്ഞു. അതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഡൗൺ പേയ്മെൻറ്റ് ആഡ് ചെയ്യണം. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഡൗൺ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടോ? ഡൗൺ പേയ്മെൻറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ഡൗൺ പേയ്മെൻറ്റ് എന്നുള്ള പോർഷൻ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കണ്ടുപിടിച്ച ഫിഗർ തന്നെയാണ് ക്യാഷ് പ്രൈസ്. സോ ക്യാഷ് പ്രൈസ് ഇസ് ഈക്വൽ ടു 20,791. ഈ ക്വസ്റ്റ്യനിൽ മറ്റുള്ള ക്വസ്റ്റ്യൻ തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്ന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ പെർസെൻറ്റേജ്, ഇവിടെ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എപ്പോഴും നോർമലി പെർ ആനം ആണ് തരിക. അപ്പോൾ ശ്രദ്ധിക്കണം, ഹാഫ് ഇയർലി എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പകുതി പെർസെൻറ്റേജ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതാണ് മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം. അടുത്തതായിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് യൂസിങ് ആനുവിറ്റി ടേബിളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നമുക്കറിയാം 2 മെത്തേഡ്സ് പറഞ്ഞു. ബൈബാക്ക് കാൽക്കുലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം സെക്കൻഡ് മെത്തേഡാണിത്, ക്യാഷ് പ്രൈസ് യൂസിങ് ആനുവിറ്റി ടേബിൾ. ബേസിക്കലി എന്താണ് ഈ ആനുവിറ്റി എന്ന് പറയുന്നത്? ആനുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ വർഷവും റെഗുലറായിട്ട് വർഷത്തിലോ അല്ലെങ്കിൽ ആനുവിറ്റി ക്യാൻ ബി ഫോർ റെഗുലർ ഇൻ്റർവെൽസ്. ആ റെഗുലർ ഇൻ്റർവെൽസിന് നിശ്ചിതമായ ഫിക്സഡ് എമൗണ്ട് അടക്കുന്ന സിസ്റ്റത്തിനാണ് ആനുവിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് പ്രൈസ് എങ്ങനെയാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ക്യാഷ് പ്രൈസ് ഓഫ് എൻ എസെറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ആനുവിറ്റി ടേബിൾ. അതൊരു ടേബിളാണ്, ആനുവിറ്റി ടേബിൾ. Where the present value of an annuity for a certain number of years is given, the annual installment is to be multiplied by the present value and the cash price can be calculated. നിങ്ങൾക്കറിയാം ആനുവിറ്റി സിസ്റ്റത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രസൻറ്റ് വാല്യൂ, നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ ₹1 നാളത്തെ ₹1, അതിൻ്റെ വാല്യൂ ഡിഫേഴ്സ് ആണ് എന്നുള്ളത് ടൈമിന് ഉള്ള വാല്യൂ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കോൺസെപ്റ്റിൽ വരുന്നതാണ് ആനുവിറ്റി കോൺസെപ്റ്റും. അവിടെ പ്രസൻറ്റ് വാല്യൂ ഉണ്ടാവും, ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാവും. ഇന്നത്തെ ₹1 വില നാളെ എത്രയാകും എന്നുള്ളത് എത്ര പെർസെൻറ്റേജ് വെച്ച് കണക്കൂട്ടുന്ന സിസ്റ്റത്തിനെയാണ് ആനുവിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ആനുവിറ്റി ടേബിൾ എന്ന് പറയുന്നത്. ഈ ആനുവിറ്റി ടേബിൾ ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇത്ര പെർസെൻറ്റേജിൽ ₹1, ഇന്നത്തെ ₹1 നാളെ 10 വർഷം കഴിഞ്ഞ്, നാളെയിലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞാൽ 10% ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ 10% വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയായിരിക്കും ആ ₹1 വില എന്നുള്ളതാണ് ഈ ആനുവിറ്റി ടേബിളിൽ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ തന്നിട്ടുണ്ടാവും. ഈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഹാസ് ടു ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദി ക്യാഷ് പ്രൈസ്. നിങ്ങളുടെ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ആനുവിറ്റി ടേബിളിൻ്റെ സിസ്റ്റം. നമുക്ക് ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഇല്ലസ്ട്രേഷൻ നമ്പർ 9. Madhu purchased a machine on hire purchase system paying ₹30,000 annually for 5 years. Vendors charge interest at the rate of 10% per annum. The present value of an annuity of ₹1 for 5 years at the rate of 10% per annum is 3.791. Calculate cash price of the machinery. എന്താ തന്നിരിക്കുന്നത്? മെഷീനറി വാങ്ങിച്ചു മധു എന്ന് പറഞ്ഞ വ്യക്തി. അയാൾ 30,000 ആണ് ആനുവലി, 5 വർഷത്തേക്ക് ₹30,000 വീതം അയാൾ അടക്കേണ്ടിയിരിക്കുന്നു. വെൻഡർ ചാർജ് ചെയ്തിരിക്കുന്നത് 10% പെർ ആനം ആണ്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ആനുവിറ്റി ഓഫ് ₹1 ഫോർ 5 ഇയേഴ്സ്. നിങ്ങളുടെ ടേം എത്രയാണ്? 5 ഇയേഴ്സ് ആണ് അല്ലേ. ആ 5 ഇയേഴ്സ് ടേമിൽ 10% ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇത് ഈ ₹1 10% നിരക്കിൽ 5 വർഷം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 3.791 ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഡാറ്റ തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻറ്റു ഈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. PV പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫോർ 5 ഇയേഴ്സ് ഇസ് ഇക്വൽ ടു 3.791 വിച്ച് ഇസ് ഗിവൺ ഇൻ എ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്നത് 30 ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആണ് അല്ലേ. 5 വർഷത്തേക്ക് 1.5 ലക്ഷം അതല്ല ചെയ്യേണ്ടത്. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എന്ത് ചെയ്യണം നമ്മൾ? ഇൻറ്റു 30,000. സോ PV ഓഫ് ₹30,000 ഫോർ 5 ഇയേഴ്സ്. 5 വർഷത്തിന് ശേഷം 10% നിരക്കിൽ ₹30,000 അഞ്ചാമത്തെ വർഷത്തെ വില എന്ന് പറയുന്നത് 1,13,730 ആണ്. അതിൻ്റെ വാല്യൂ അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. സോ വിച്ച് ഇസ് എ ക്യാഷ് പ്രൈസ്. 1,13,730 എന്നുള്ള ക്യാഷ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഡൗൺ പേയ്മെൻറ്റ് ഓൾസോ വി ഹാവ് ടു ആഡ് ഇറ്റ്. ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യന് തരാത്തത് കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് അവേ ഇത് തന്നെയായിരിക്കും ആൻസർ. 1,13,730. സിമ്പിളാണ് ഈ പോർഷൻ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ തരുന്നത് ഈ സംഭവത്തിനാണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ PVF എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്യാഷ് പ്രൈസ് കിട്ടും. ഒരു ഇല്ലസ്ട്രേഷനും കൂടി ചെയ്തു നോക്കാം നമുക്ക്. ഇല്ലസ്ട്രേഷൻ നമ്പർ 10. Mr. Sudhir purchased a plant on hire purchase basis, paying ₹1,50,000 down and agreeing to pay ₹1 lakh each at the end of 3 successive years. Vendors charge interest at the rate of 5% per annum. Reference to annuity table, the present value of an annuity of ₹1 for 3 years at the rate of 5% interest is 2.7232. Compute cash price and interest payable in each installment. ഇവിടെയും ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നിങ്ങളോട് ക്യാഷ് പ്രൈസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ കണ്ടുപിടിച്ചു. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കണം? എത്രയാണ് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നോക്കണം. ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? ഇത് ഡൗൺ പേയ്മെൻ്റ് ആണ് അല്ലേ.
1,50,000 എന്നുള്ള ഡൗൺ പേയ്മെൻറ്റാണ്. പിന്നീട് എത്രയാണ് പറഞ്ഞത്, 1,00,000 rupees ആണ് എൻഡ് ഓഫ് 3 successive years. 3 വർഷത്തേക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 വർഷത്തേക്ക് ഇവരെന്ത് ചെയ്യണം, 1,00,000 രൂപ വീതം പേ ചെയ്യണം എന്നുള്ളതാണ് എഗ്രി ചെയ്തിട്ടില്ല. സോ അതാണ് നമ്മുടെ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് 1,00,000. ഈ 1,00,000ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത്, PV ഫാക്ടർ അല്ലേ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 1 രൂപയുടെ 3 ഇയേഴ്സിലേക്കാണല്ലോ തന്നിട്ടുള്ളത്. 3 സക്സസീവ് ഇയേഴ്സിലേക്ക് 5% ഇൻട്രസ്റ്റ് പ്രകാരം 2.7232 ഇൻറ്റു ചെയ്യണം. അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 2,72,320 എന്നുള്ള ഫിഗർ കിട്ടും. ഈ ഫിഗറിൻ്റെ കൂടെ ഡൗൺ പേയ്മെൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ക്യാഷ് പ്രൈസ് കിട്ടുന്നത്. ഈ ഡൗൺ പേയ്മെൻറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൗൺ പേയ്മെൻറ്റ് 1,50,000 ആണ്. ആ ഡൗൺ പേയ്മെൻറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4,22,320 എന്നുള്ള ക്യാഷ് പ്രൈസ് കിട്ടും. അതിനുശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനും കൂടി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നമുക്കറിയാമല്ലോ. നേരത്തെ ഫസ്റ്റത്തെ പ്രോബ്ലത്തിൽ നമ്മളിങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് പ്രൈസും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളോട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് പറയുന്നത്. അത് ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യാം. ശ്രദ്ധിച്ചേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ കോളം വരയ്ക്കുന്നു. ഫസ്റ്റ് നമ്മൾ വരച്ച് ശ്രദ്ധിച്ച കോളമാണിത്. ഇൻസ്റ്റാൾമെൻറ്റ്സ്, ടോട്ടൽ ക്യാഷ് പ്രൈസ് പെയ്ഡ്, ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ക്യാഷ് പ്രൈസ് പെയ്ഡ്, ഇങ്ങനെ 4 കോളം ഇവിടെ വരയ്ക്കണം. ഈ 4 കോളത്തിൽ ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്നാണ്, ക്യാഷ് പ്രൈസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുള്ള 4,22,320 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്യണം അല്ലേ. ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്യണം. അപ്പോൾ 1,50,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,72,320 എന്നുള്ള ഫിഗർ കിട്ടും. അതിൽ നിന്നും ഇൻസ്റ്റാൾമെൻറ്റ് അതെന്ത് ചെയ്യണം, ഇൻസ്റ്റാൾമെൻറ്റ് കോളത്തിൽ എന്ത് ചെയ്യണം, 1,50,000 ജസ്റ്റ് അങ്ങനെ തന്നെ എഴുതണം. ഇൻസ്റ്റാൾമെൻറ്റ് ഡൗൺ പേയ്മെൻറ്റിന് ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല അല്ലേ, അതുകൊണ്ട് നില്ലാണ്. ക്യാഷ് പ്രൈസ് പെയ്ഡിൻ്റെ കോളത്തിൽ സെയിം 1,50,000 എഴുതുക. അതിനുശേഷം ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,72,320 എന്നുള്ള ഫിഗർ കിട്ടും. അത് എഴുതിയതിന് ശേഷം ഇവിടെ ബ്ലാങ്ക് ആണ് ആ സമയത്ത്. ഇത് എഴുതിയതിന് ശേഷം 1,00,000 ആണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ. 1,00,000-ൽ നിന്നും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5% ആണ് ഇൻട്രസ്റ്റ് എന്നാണ്. ഇതിന് മുന്നേ ബൈബാക്ക് അല്ലെങ്കിൽ റീവർക്ക് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇൻട്രസ്റ്റ് 5 ആണെങ്കിൽ പെർസെൻറ്റേജെങ്കിൽ 5/105 ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്താ, ഇൻട്രസ്റ്റ് ഇൻക്ലൂസീവ് അല്ല. അതെങ്ങനെയാണ് ഇത്തരം പ്രോബ്ലം, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ അങ്ങനത്തെ പ്രോബ്ലം ആണ് തന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 5% എന്ത് ചെയ്യണം, സാധാരണ 5% എങ്ങനെയാണ് കാണുക, 2,72,320 2,72,320 ഇൻറ്റു 5/100 തന്നെ ചെയ്ത് കഴിഞ്ഞാൽ 13,616 കിട്ടും. അതിൽ നിന്നും ഇത് മൈനസ് 1,00,000-ൽ നിന്നും 13,616 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 86,384 എന്നുള്ള ഫിഗർ കിട്ടും. അങ്ങനെയാണ് ക്യാഷ് പ്രൈസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അത് പേ ചെയ്യുന്നത്. ഇതേ എമൗണ്ട് 86,384 എന്നുള്ള എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ടോട്ടൽ ക്യാഷ് പ്രൈസ് കോളത്തിൽ എഴുതണം. ഈ ക്യാഷ് എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 86,384 എന്നുള്ള സംഭവം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,85,936 എന്നുള്ള ഫിഗർ കിട്ടും. ഈ പ്രോബ്ലമൊക്കെ നമ്മൾ ആദ്യമേ ചെയ്തതാണ്. ഇതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിലാകെയുള്ള ഡിഫറൻസ് ഈ പോർഷൻ ആനുവിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത് മാത്രമാണ്. അതിനുശേഷം നമ്മൾ സാധാരണ ഫസ്റ്റ് ചെയ്തത് എങ്ങനെയാണോ, ഫസ്റ്റ് ക്ലാസ്സുകളിലെല്ലാം ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യാണ് ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ ചെയ്യുന്നത്. 86,384 കിട്ടിക്കഴിഞ്ഞു. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 185,936 എന്നുള്ള ഈ ഫിഗർ കിട്ടും. അതിൻ്റെ താഴെയായി നമ്മൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എഴുതണം. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചില്ല. ഈ ഫാക്ടർ അതിന് പിന്നീടാണ് കണ്ടുപിടിക്കുന്നത്. അത് അവിടെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇത് എഴുതിയതിന് ശേഷം 1,00,000 എന്നുള്ള ഫിഗർ ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് എഴുതുന്നു. അതിനുശേഷം ഈ 1,00,000-ൻ്റെ അതായത് 1,85,936 എന്നുള്ള ഈ ഫിഗറിൻ്റെ മുകളിലാണ്, അല്ലാണ്ട് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ മുകളിലല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ കണ്ടുപിടിക്കുന്ന ഈ ഫിഗറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, 5% കാണണം. അങ്ങനെ കാണുന്ന സമയത്ത് 9,297 എന്നുള്ള ഫിഗർ കിട്ടും. ഇൻറ്റു 5/100 ചെയ്ത് കഴിഞ്ഞാൽ 9,297 കിട്ടും. 1,00,000-ൽ നിന്നും ഈ ഫിഗർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 90,703 കിട്ടും. ഇവിടെ മൈനസ് ചെയ്യേണ്ടത് 1,00,000-ൽ നിന്നാണ്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
ബാക്കി ഇത്രയും പൈസ എന്തായിരിക്കും? അത് ക്യാഷ് പ്രൈസ് ആയിരിക്കും അല്ലേ? ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും കൂടിയിട്ടുള്ളതാണല്ലോ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ 90,703 എന്നുള്ള ഈ ഫിഗർ കിട്ടി കഴിഞ്ഞു. ഈ ഫിഗർ അതിന് ശേഷമാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 90,703 എഴുതുന്നു. എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 185 നിന്നും ഇത് മൈനസ് ചെയ്യുന്നത് വഴി 95,233 എന്നുള്ള ഫിഗർ കിട്ടുന്നു. നമുക്കറിയാം ലാസ്റ്റ് 3 ഇൻസ്റ്റാൾമെൻറ്റ്സേ ഉള്ളൂ അല്ലേ? ഈ 3 ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഈ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ എത്രയാണോ ഈ കിട്ടിയ ഫിഗർ അത് അങ്ങനെ തന്നെ ഇവിടെ എഴുതുന്നു. തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിന് എഴുതി അത്ര തന്നെ എഴുതുന്നു. അതിനുശേഷം 1 lakh എഴുതുന്നു. ഈ 1 lakh എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 1 lakhൽ നിന്നും 95,233 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ഫിഗർ അത് മൊത്തം ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഈ ഫിഗർ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഇവിടെ 5% കാണേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്കറിയാം ഇത് എത്രയാണോ ബാക്കിയുള്ളത് മൊത്തം ഇൻട്രസ്റ്റ് ആണ് എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് അവിടെ 5% കാണേണ്ട കാര്യമില്ല. കാരണം 5% കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ഡിഫറൻസ് വരും. അപ്പോൾ 95,233 എത്രയാണോ അതും 1 lakh ഈ ഇൻസ്റ്റാൾമെൻറ്റ് തമ്മിൽ എത്രയാണോ ഡിഫറൻസ് അല്ലേ ആ ഫിഗർ അങ്ങനെ തന്നെ ഇവിടെ എടുത്ത് എഴുതുന്നു. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ മാത്രം കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും 95,233. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ലാസ്റ്റ് ആഡപ്പ് ചെയ്യണം. ഇവിടെ നില്ലായിരിക്കും, ഇവിടെ ഒന്നുമില്ല, നില്ലാണ്. ഇത് മൊത്തം ഈ ആദ്യത്തെ ഡൗൺ പേയ്മെൻറ്റും പിന്നീടുള്ള 3 ഇൻസ്റ്റാൾമെൻറ്റ്സും ചേർത്താൽ 4,50,000 കിട്ടിക്കഴിഞ്ഞു. ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇത് കിട്ടിക്കഴിഞ്ഞു. ക്യാഷ് പ്രൈസ്. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ച് ഞാൻ ആദ്യത്തെ പ്രോബ്ലംസിലൊക്കെ പറഞ്ഞതുപോലെ ഈ ടോട്ടൽ ചെയ്തിട്ടുള്ള ഡൗൺ പേയ്മെൻറ്റ് അടക്കം ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ക്യാഷ് പ്രൈസും ഈ ഇൻട്രസ്റ്റും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് 4,22,320 പ്ലസ് ഇൻട്രസ്റ്റിൻ്റെ ടോട്ടലായിട്ടുള്ള 27,680 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ടോട്ടലായിട്ടുള്ള 4,50,000 കിട്ടും. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ആകെയുള്ള ഡിഫറൻസ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഉള്ളത് ഇൻഡു ചെയ്യുന്നതാണ്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ടേബിൾ നമ്മൾ വരയ്ക്കുന്നത്. അടുത്തതായിട്ട് ഇല്ലസ്ട്രേഷൻ നമ്പർ 11. Mr. Menon purchased a washing machine on hire purchase system, paying rupees 8,000 down and rupees 4,000 at the end of the first year, rupees 6,000 at the end of the second year, and rupees 5,000 at the end of the third year. Rate of interest is 5% per annum. The present value of annuity of rupees 1 for first, second and third year are 0.9524, 0.9070 and 0.8639 respectively. Compute cash price of the washing machine. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. ആനുവിറ്റി ഫാക്ടർ തന്നതുകൊണ്ട് തന്നെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആനുവിറ്റി ടേബിളിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇൻറ്റു ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 1 lakh ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ 1 lakh ഇൻറ്റു എത്രയാണോ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ തന്നിട്ടുള്ളത് അത് ഇൻറ്റു ചെയ്യുകയേ വേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ഇയറിൽ തന്നിരിക്കുന്നതും സെക്കൻഡ് ഇയറിൽ തന്നിരിക്കുന്നതും തേർഡ് ഇയറിൽ തന്നിരിക്കുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിരുന്നു. 4,000 ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ 6,000, തേർഡ് ഇയറിൽ 5,000. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ ഒറ്റ പി വി ഫാക്ടറേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒറ്റ ഇൻസ്റ്റാൾമെൻറ്റും ഒറ്റ പി വി ഫാക്ടറേ തന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പി വി ഫാക്ടറിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യേണ്ടി വരും. സോ ക്യാഷ് പ്രൈസ് ഇസ് ഈക്വൽ ടു ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. ഓരോന്നും നോക്കിക്കോ. 4,000, 5,000, 6,000 അത് നമുക്ക് നോക്കാം. ഈ ഫാക്ടർ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറും നോട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. 4,000 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, ആദ്യത്തെ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, പ്ലസ് സെക്കൻഡ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് 6,000 ഇൻറ്റു സെക്കൻഡ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, പ്ലസ് 5,000 ഇൻറ്റു ലാസ്റ്റ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. ഇത് ഓരോന്നും മാറിപ്പോവാതെ അതാതിൻ്റെ കൂടെ തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇയർ ഇസ് ഈക്വൽ ടു 4,000 ഇൻറ്റു ദിസ് വിൽ ബിക്കം 3,810. സെക്കൻഡ് ഇയറിൽ ഇത്, തേർഡ് ഇയറിൽ ഇത്, ഇങ്ങനെ മൂന്ന് വർഷത്തതും ഇൻറ്റു ചെയ്തിട്ട് ടോട്ടൽ നമുക്ക് ഈ ഫിഗർ കിട്ടുന്നു. ഇതിൻ്റെ കൂടെ ഡൗൺ പേയ്മെൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 8,000 എന്ന ഡൗൺ പേയ്മെൻറ്റ് ഫിഗർ തന്നിട്ടുണ്ട്, അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് കിട്ടും. ഇതിലാകെയുള്ള ഡിഫറൻസ് നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്നും ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് അല്ല, ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആകുമ്പോൾ ഡിഫറെൻറ്റ് ആനുവിറ്റി ഫാക്ടറിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യണം. അത് ടോട്ടലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഫിഗർ കിട്ടും. ഇതിൻ്റെ കൂടെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് കിട്ടും.
ഇതാണ് ഇതിൻ്റെതുള്ള ഡിഫറൻസ്. ഇതോടുകൂടി ആന്വിറ്റി ഫാക്ടറിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും.